ഹലോ, നമ്മൾ സെയിൽ ചെയ്യുന്ന ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് അച്ചാറിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 വലിയ ചൂരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ചൂരയാണ് നമ്മൾ അച്ചാറിനായിട്ട് വാങ്ങാറുള്ളത്. അതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ചൂരമീൻ അത്ര ഫ്രഷ് അല്ലെങ്കിൽ നമുക്ക് അച്ചാറിന് അത്രയും ടേസ്റ്റ് കിട്ടില്ല. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂരമീൻ നമുക്ക് കുറച്ച് തലക്കറി വയ്ക്കാനായിട്ട് അതിൻ്റെ മുള്ളും തലഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അച്ചാറിനുള്ള കഷ്ണങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കഷ്ണങ്ങൾ നമുക്ക് കറി വയ്ക്കാനാണ്. ആദ്യം നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അച്ചാറിനുള്ള കഷ്ണങ്ങൾ അതിൽ നമ്മൾ സിമ്പിൾ മസാലാസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. സിമ്പിളായിട്ട് ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. കുറഞ്ഞതൊരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാണ് ഏറ്റവും ചൂരമീൻ അച്ചാറിന് നല്ലത്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് പൊരിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള മീൻ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ച് മാറ്റാം. ഇനി നമുക്ക് അച്ചാറിടുന്ന പ്രോസസ്സിലോട്ട് പോവാം. മീൻ പൊരിച്ച് ബാക്കി എണ്ണ തന്നെ പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടി അധികം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചോപ്പ് ചെയ്തതോ ചതച്ചതോ നമുക്ക് നമ്മുടെ ചോയ്സിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഏകദേശം ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്കതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഈ എണ്ണയിൽ മൂത്ത് വരണം. ഈ 3 ഐറ്റംസും ഇതുപോലെ നല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിന് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മെയിൻ പൊടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കടുകും ഉലുവയും ഒരേ ക്വാണ്ടിറ്റിയിലെടുത്ത് വറുത്ത് പൊടിച്ചിട്ടുള്ളതിൻ്റെ പൊടിയാണ്. ഇത് മിസ് ചെയ്യരുത്. നമുക്ക് ഏത് അച്ചാറിടുമ്പോഴായാലും ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ അച്ചാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഈ ഒരു പൊടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി പൊരിച്ചിട്ടുള്ളപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കിയെടുത്ത് ഒന്ന് പൊടികൾ കരിയാതെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് കുറച്ച് വിനാഗിരി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കൂടി ഇതിലോട്ട് തട്ടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അച്ചാറിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അച്ചാർ റെഡിയാക്കി ഇതുപോലെ എടുക്കാം. നമുക്ക് ചാറ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് ഇത്തിരി ഡ്രൈ ആയിട്ട് മതിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി കുറച്ച് ഡ്രൈ ആയിട്ട് അച്ചാർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി മീനച്ചാർ തയ്യാറാക്കി എടുക്കാം. ഇതുവരെ അച്ചാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബോട്ടിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂരമീൻ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.